നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മെയിനായിട്ടും ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ പേപ്പേഴ്സും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണോ നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെയിനായിട്ട് നോക്കുക. അപ്പം ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് വരുന്നുണ്ട്. അതിലിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BA സോഷ്യോളജിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ BA സോഷ്യോളജിയിൽ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് മെയിനായിട്ടും നോക്കുക. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ എടുക്കുന്ന പേപ്പേഴ്സാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സാണോ, നമുക്കിപ്പോൾ 3 വർഷത്തോളം പഠിക്കാനുള്ളതാണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മാർക്ക് മേടിക്കാനുള്ളതാണ്, എക്സാമൊക്കെ എഴുതാനുള്ളതാണ്. അപ്പം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് 3 വർഷത്തോളം പഠിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എത്ര സബ്ജക്റ്റ് വന്നാലും ഇപ്പോൾ സോഷ്യോളജിയിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഇയർ വൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് കോമൺ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലുള്ള സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്നുണ്ടോ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണോ, എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ 3 വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് ഇയർ മാത്രമല്ല 3 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ആ 3 വർഷവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്, എക്സാം എഴുതി പാസ്സാവാനുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം വിട്ടുപോകരുത്. അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്